റമദാൻ മാസത്തിലെ വൈകുന്നേരങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്ന് തെരുവ് വിപണികളാണ്. നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള രുചിയൂർന്ന വിഭവങ്ങൾ വാങ്ങാനെത്തുന്നവരാണ് ഇതിലധികവും. റമദാൻ മാസത്തിൽ തീൻമേശയിൽ സ്റ്റാർ പരിവേഷവുമുണ്ട് എണ്ണപ്പലഹാരങ്ങൾക്ക്. തിളച്ചെണ്ണയിൽ പൊരിച്ചുകോരുന്ന സമൂസയും കട്ട്ലറ്റും ഇറച്ചിപ്പത്തിരിയും, പിന്നെ പേരുകൊണ്ട് വ്യത്യസ്തരായ പഴം നുള്ളിയിട്ടതും കൈവീശലും കിളിക്കൂടും ചേനത്തണ്ടും. നോമ്പുതുറ സമയത്ത് തീന്മേശയിലെത്തുന്ന പ്രധാനികളാണ് ഈ വിഭവങ്ങളത്രയും. മുട്ടമാല, ഉന്നക്കായ, പഴം നിറച്ചത്, ബ്രെഡ് പോക്കറ്റ്, കൽത്തപ്പം, ഏലാഞ്ചി, കോഴിയട. പേരുകൾ പറയുമ്പോൾ തന്നെ വായിൽ കൊതി നിറയ്ക്കുന്ന ഒട്ടേറെ വിഭവങ്ങൾ വേറെയുമുണ്ട്. വൈകുന്നേരമായാൽ കടകൾക്ക് മുന്നിൽ പ്രത്യേകമായൊരു കൗണ്ടർ തന്നെ പ്രത്യക്ഷമാകും. നോമ്പുകാലത്ത് എണ്ണപ്പലഹാരങ്ങൾക്ക് പ്രിയമേറുന്നതാണ് ഇതിന് കാരണം. വിഭവങ്ങൾ നിറച്ചെത്തുന്ന ട്രേകൾ കാലിയാകാൻ നിമിഷനേരം മാത്രം മതി. കാരണം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് തന്നെ. ഇതിപ്പോ ഇന്നത്തെ നോമ്പ് ഫസ്റ്റ് അല്ലേ ഇത്? ഫസ്റ്റ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് സമൂസ, ഉന്നക്കായ, കട്ട്ലൈറ്റ്, അതാണ് കൂടുതലും പോകുന്നത്. ഇപ്പം എല്ലാം തീർന്നു. ഞങ്ങളുടെ ഇത് മാത്രമേ ഉള്ളൂ. ഒരു 10,500 കടികൾ ഇപ്പോൾ വിറ്റ് തീർന്നു. പള്ളി പോകുന്ന ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് ഈ കടികളൊക്കെ തീരുന്നത്. പണ്ടുകാലത്ത് വീടുകളിൽ ഒരുങ്ങിയിരുന്ന വിഭവങ്ങളാണ് ഇതിലേറെയും. എന്നാൽ ഇന്ന് വിഭവങ്ങളൊക്കെയും വിപണിയിലെത്തിയതോടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പണികൾ കുറച്ചുകൂടി സിമ്പിളായി എന്ന് മാത്രം. കച്ചവടമൊക്കെ എല്ലാം അടിപൊളി കച്ചവടം. സാധനങ്ങളെല്ലാം തീർന്ന് ബാങ്ക് കൊടുക്കണ സമയത്ത് ആകെ കുറച്ച് കടികൾ ബാധിക്കാവുന്നുള്ളൂ. നമ്മുടെ അടുത്ത് കുറേ ഐറ്റംസ് കടികളുണ്ട്. റംസാനായിട്ട് ഒരു 32 ഐറ്റം. നല്ല കച്ചവടം വരുന്നു. എല്ലാ കടികളും ഉണ്ടായിരുന്നു. 5,000 കടികൾ തീർന്നു. ഇന്ന് വെറൈറ്റി ഐറ്റംസ് ആണ് എല്ലാം. കച്ചവടം നല്ല കച്ചവടമാണ്. ആദ്യമായിട്ട് നല്ല കച്ചവടം കിട്ടി. ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയല്ല. ഈ നോമ്പുകാലത്തെ വൈകുന്നേരങ്ങളിൽ നാലാൾ കൂടുന്ന നാൽക്കവലകളിൽ പൊരിക്കടികളുടെ കൗണ്ടർ സജീവമായുണ്ടാകും. അതിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത, രുചിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ വിഭവങ്ങളും കാണും. ദൃശ്യങ്ങൾ പകർത്തിയ വിഷ്ണു എസ് ആനന്ദിനും അഫ്സൽ രാജിനുമൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.